എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 16-ഉം 17-ഉം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്രയിലെ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോട് സംഭാഷിച്ചു. പള്ളിയിൽ യഹൂദന്മാരോടും ദൈവഭക്തരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. സോക്രട്ടീസിനെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹവും അങ്ങനെയാണ് ചെയ്തത്. എന്തായിരിക്കാം സംഭാഷണ വിഷയം? ഇവിടെ പൗലോസ് ക്രൂശിക്കപ്പെട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് അത് സ്വീകാര്യമായി എന്ന് വരില്ല. എന്നാലും അവരുമായി സംഭാഷിച്ചു തന്നെയാണ് ക്രൂശ് യഥാർത്ഥ ധർമ്മവും ദൈവിക പദ്ധതിയുമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവർ, ഇത് വിജാതീയരെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ശൈലിയിൽ പറഞ്ഞാൽ ചന്തസ്ഥലത്തെ ഒരു പരസ്യ യോഗം എന്ന് കരുതാം. ക്രമീകൃതമായ വിധത്തിൽ നടത്തിയാൽ ഇന്നും ഈ ഒരു ശുശ്രൂഷ പ്രയോജനകരമാകും. ചിട്ടയായി പരിശീലനം നേടിയ ഗായക സംഘം, കേൾവിക്കാരുടെ പശ്ചാത്തലം മനസ്സിലാക്കി ഇടപെടുവാൻ കഴിവുള്ള പ്രസംഗകർ തുടങ്ങിയവരുണ്ടെങ്കിൽ ഇന്നും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ സുവിശേഷ വേല നടക്കുന്നുണ്ട്. സോക്രട്ടീസ് ശൈലിയിലുള്ള ഡയലോഗ് രീതി, അതായത് ചോദ്യോത്തര ശൈലിയാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചത്. ക്രിസ്ത്യൻ സോക്രട്ടീസ് എന്നാണ് പൗലോസ് അറിയപ്പെട്ടത് തന്നെ. അതിനെ തുടർന്നാണ് അരയോപക കുന്നിലെ സംവാദം നടക്കുന്നത്. മാർസ് ദേവന്റെ കുന്ന് എന്നതിൻ്റെ യവനായ തർജ്ജമയാണ് അരയോപക കുന്ന്. സ്ഥലപ്പേര് പോലെ തന്നെ അവിടെ കൂടി വന്നിരുന്ന സമിതിയുടെയും പേര് അത് തന്നെയായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ അധികാരമുള്ള ഒരു ഉന്നത സമിതിയായിരുന്നു അത്. മതനിഷ്ഠയുള്ള തത്വജ്ഞാനികളാണ് അവിടെ കൂടി വന്നിരുന്നതും. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന സിദ്ധാന്തക്കാരായ എപ്പിക്കൂര്യരും എല്ലാറ്റിലും ദൈവാംശമുണ്ടെന്നും മനുഷ്യരിലെ ദൈവാംശം മരണസമയത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങും എന്ന് വിശ്വസിച്ച സ്റ്റോയിക്കരും ആയിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. അവരോടും പൗലോസ് സുവിശേഷം അറിയിച്ചു. യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പറഞ്ഞു. അഥേനയിൽ അജ്ഞാത ദേവന് എന്ന വേദിക്കല്ല് ആസ്പദമാക്കിയായിരുന്നു പൗലോസിൻ്റെ ഇടപെടൽ. നപുംസകലിംഗത്തിലുള്ള വാക്ക് ആയിരുന്നതുകൊണ്ട് സേവിക്കുന്ന ദേവന്റെ ആളത്വത്തെക്കുറിച്ച് പോലും അവർ അജ്ഞാതരായിരുന്നു എന്ന് വ്യക്തമാണ്. സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവം സകല ദേവന്മാരിലും ഉന്നതനാണ്. സൃഷ്ടിയുടെ ഭാഗമോ മനുഷ്യ സൃഷ്ടിയോ അല്ല ദൈവം എന്ന് പൗലോസ് പറയാൻ തുടങ്ങി. മനുഷ്യയത്നം കൊണ്ട് അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്താനാവില്ല. സ്വയം വെളിപ്പെടുത്തി തരുന്നത് സ്വീകരിക്കുക മാത്രമാണ് കരണീയമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അത് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വ്യക്തമാക്കി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വയം വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, സമീപസ്ഥനായിരിക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. എന്നാൽ നമ്മളോ അവനെ തിരസ്കരിച്ചു. മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ
അവൻ ആണ് എന്ന് വ്യക്തം. ദൈവത്തിൻ്റെ വെളിപ്പാടായി യേശുവിനെ തിരസ്കരിച്ച് കല്ല്, വെള്ളി തുടങ്ങിയവയോട് സദൃശ്യമാക്കിയ നമ്മുടെ തെറ്റ് ഓർത്ത് മനഃപൂർവമായി അനുതപിക്കാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ലോകത്തെ നീതിയിൽ വിധിപ്പാൻ ദൈവം ഒരു പുരുഷനെ നിയമിച്ചിരിക്കുന്നു. 31 വാക്യത്തിൽ അങ്ങനെ പറയുന്നു. ക്രൂശിക്കപ്പെട്ട യേശു ദൈവം ഉയിർത്തെഴുന്നേൽപ്പിച്ച് സകലത്തിൻ്റെയും നാഥനാക്കി. അതിൻ്റെ തെളിവും പൗലോസ് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചും വിധികർത്താവായി നമ്മുടെ ഇടയിൽ കടന്നു വരും എന്നുമൊക്കെ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ, അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ചിലർ, അതായത് എപ്പിക്കൂരിയർ പരിഹസിച്ചു. എന്നാൽ സ്റ്റോയിക്കർ പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്നാഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അരിയോപക സ്ഥാനിയായ ദിയനോസിയാസും ദമരീസ് എന്ന സ്ത്രീയും മറ്റ് ചിലരുമൊക്കെ വിശ്വസിച്ച് കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ദൈവത്തെക്കുറിച്ച് പറയാതെ സുവിശേഷം ഫലകരമായി സംവേദനം ചെയ്യാൻ കഴിയില്ല. സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയാതെ, ക്രൂശിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയാതെ രക്ഷയെക്കുറിച്ചും പറയാൻ കഴിയുന്നതല്ല. പൗലോസ് അതിൽ വിജയിച്ചു. അന്യ ദേവന്മാരെ ആരാധിക്കുന്ന ഇടത്ത് മനസ്സ് ചൂടുപിടിച്ചവനെങ്കിലും സമചിത്തതയോടെ അജ്ഞാത ദേവന് എന്ന എഴുതിയ വേദിക്കല്ലിനരികിൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നവനെ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പൗലോസിൻ്റെ പ്രസംഗ ചാതുര്യം വളരെ ആഴമായിരുന്നു, അർത്ഥവത്തായിരുന്നു. ഇന്നും അത് സംഗതമാണ്. നമ്മളൊക്കെ പാർക്കുന്ന ചുറ്റുപാടുകളിൽ ക്രിസ്തേതരായ സ്നേഹിതരോട് സമയത്തതയോടെ ഇടപെടുകയും പറയുകയും ഒക്കെ ചെയ്താൽ ക്രിസ്തുവിനെ നമുക്ക് സംവേദിക്കാൻ സാധിക്കും. കർത്താവ് നമ്മയും അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാത്രകൾ, ജോലിവേലകൾ, ഉത്തരവാദിത്വ നിർവഹണ ഇടങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവർക്കുമായും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായി ജീവിപ്പാൻ, മാതൃകാപരമായി മറ്റുള്ളവരോട് ഇടപെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് സർവ്വസാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.